ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന് വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി നികേഷിന്റെ അമ്മ നിധിയുടെയും സുധീഷിന്റെയും സുഭാഷിന്റെയും എല്ലാം റൂം പരിശോധിക്കുകയാണ്. ഹരീഷിന് കട ലീസിനെടുക്കാൻ വേണ്ടി പണം എണ്ണി നോക്കുന്നതെല്ലാം കണ്ട നികേഷിന്റെ അമ്മ ആ പണവുമായി കിളിക്കൂട്ടിൽ നിന്നും പോകാനായി തീരുമാനിക്കുകയാണ്. പക്ഷെ റൂമിലെല്ലാം പണം അന്വേഷിക്കുന്നുവെങ്കിലും പണം കിട്ടുന്നില്ല. ഹോളിലേക്ക് വന്ന ടെൻഷനോടുകൂടി നികേഷിന്റെ അമ്മ പറയുന്നു, പണം എവിടെ വെച്ചിരിക്കുന്നത്? ഈ സമയം ഭർത്താവ് നികേഷിന്റെ അമ്മയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത അമ്മയോട് അയാൾ ചോദിക്കുന്നു, എവിടെയാടി നീ? അമ്മ പറയുകയാണ്, ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞതല്ലേ. അയാൾ പറയുന്നു, നീ ആദ്യം പുറത്തേക്ക് ഇറങ്ങി വാ, ഞാൻ വീടിന് പുറത്തുണ്ട്. ഇത് കേട്ട് ഞെട്ടി നികേഷിന്റെ അമ്മ പറയുകയാണ്, പുറത്തുണ്ടെന്നോ? നിങ്ങളെ ഞാൻ ഇന്ന്. അങ്ങനെ ടെൻഷനോട് കൂടി ചുറ്റും നോക്കി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് നികേഷിന്റെ അമ്മ. ആരെങ്കിലേക്ക് വന്ന അമ്മ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ആരെങ്കിലും കണ്ടാലോ? അയാൾ പറയുന്നു, അകത്താരും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ സമയത്ത് ഇവിടെ ആരും ഇല്ലെന്നല്ലേ നീ പറഞ്ഞത്? അമ്മ പറയുകയാണ്, വീട്ടിൽ ആളുണ്ട്, എന്നോട് ചോദിക്കാതെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അയാൾ പറയുകയാണ്, നീ ഇവിടെ ഇരിക്കുന്ന പണം എടുക്കാമെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് എടുത്തോ? പണമൊക്കെ ഇഷ്ടം പോലെയുണ്ട്, ഇവിടെ തന്നെ അങ്ങ് കൂടാമെന്ന് വിചാരിച്ചോ? എന്താടി, നിന്റെ മകനെ കണ്ട ഉടനെ അമ്മ സ്നേഹം അങ്ങ് ഒഴുകുകയാണോ? അവർ ചോദിക്കുന്നു, ഞാൻ പറഞ്ഞു അങ്ങനെ. അയാൾ പറയുകയാണ്, പിന്നെന്താ പണം കണ്ടിട്ടും നീ എടുക്കാത്തത്? ആ പണവുമായി രക്ഷപ്പെടാൻ നോക്കണ്ടേ? അവർ പറയുന്നു, പണം എവിടെ വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ വീട്ടിൽ പണമുണ്ട്. അയാൾ ചോദിക്കുകയാണ്, ഇതെന്താ വലിയ മാളികയാണോ? പണം ഇതിനകത്ത് തന്നെ കാണില്ലേ? ഈ ഒരു ചെറിയ വീട്ടിൽ നിന്ന് പണം എടുക്കാനുള്ള കഴിവ് പോലും നിനക്കില്ലേ? അവർ പറയുകയാണ്, ഞാൻ പണം എടുത്തിട്ട് നിങ്ങളെ വിളിക്കാം, നിങ്ങളോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അങ്ങനെ അവർ വഴക്കടിക്കുമ്പോൾ അവിടേക്ക് വന്ന ഭാസ്കരൻ അയാളെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മനസ്സിൽ പറയുന്നു, ഇവൻ ഇവിടെ വന്നോ? അങ്ങനെ ഭാസ്കരനോർക്ക് എടാന്ന് വിളിക്കുമ്പോൾ ഞെട്ടി തിരിഞ്ഞു നോക്കുകയാണ് നികേഷിന്റെ അമ്മയും ഭർത്താവും. ഭാസ്കരനോർക്ക് ചോദിക്കുന്നു, എടാ നീ എന്തിനാടാ ഇവിടെ വന്നത്? നികേഷിന്റെ അമ്മ പറയുന്നു, നിങ്ങൾ പോ, പെട്ടെന്ന് പോ. ഇത് കേട്ട് അയാൾ സ്കൂട്ടറിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. നിക്കടെ അവിടെ എന്ന് പറഞ്ഞ് പിന്നാലെ ഓടി വരികയാണ് ഭാസ്കരൻ. ഭയത്തോടു കൂടി അകത്തേക്ക് ഓടി പോവുകയാണ് നികേഷിന്റെ അമ്മ. ഭാസ്കരൻ പറയുന്നു, നിക്കടി അവിടെ, അവൾ ഓടുന്നത് കണ്ടില്ലേ? അരികിലേക്ക് ഓടിച്ചെന്ന ഭാസ്കരൻ ചോദിക്കുന്നു, എന്താടി നിന്റെ മനസ്സിൽ? അവനെന്തിനാ ഇവിടെ വന്നത്? അമ്മ പറയുകയാണ്, അയാൾ ഇവിടെ വന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഭാസ്കരൻ ചോദിക്കുന്നു, രണ്ടുപേരും കൂടി എന്തോ ഒരു ഉദ്ദേശം വെച്ചാ എന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. നിന്റെ അഭിനയൊന്നും എനിക്ക് മനസ്സിലായില്ലെന്ന് വിചാരിച്ചോ? നീ കരഞ്ഞു കരഞ്ഞ് നിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ മേടിക്കുകയാണെന്ന് എനിക്കറിയാം. അവൻ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നീ എന്തിനാ ഇവിടെ വന്നത്? 19-20 വർഷം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നിനക്ക് മകനോട് സ്നേഹം തോന്നി തുടങ്ങിയോ? ദേ നോക്ക്, ഇവിടെ താമസിക്കുന്നവരോടൊക്കെ നീ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്നും സ്നേഹിച്ച് മയക്കിയെടുക്കാൻ ശ്രമിക്കുന്നതെന്നും ഒക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെടുന്നതെന്ന് അമ്മ ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, നിർത്ത്, മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കുന്നത് പോലെ എന്റെ മുന്നിൽ അഭിനയിക്കാതെ. കൊന്നുകളയും ഞാൻ. ദേ നോക്ക്, എന്റെ 4 മക്കളും പാവങ്ങളാ, അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്നവർ. നീ പുതിയതായിട്ട് ഇവിടോട്ട് വന്ന അമ്മയുടെ സ്നേഹം കാണിച്ച് നാടകം കളിക്കുന്നോ? ഇപ്പം അവനും ഇവിടേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും എന്ത് കണക്കുകൂട്ടലോടുകൂടിയാണ് ഇവിടേക്ക് വന്നത്? നികേഷിന്റെ അമ്മ പറയുന്നു, ഒരു കണക്ക് കൂട്ടലുമായിട്ടുമല്ല വന്നത്, ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി, ഇനിയെങ്കിലും എനിക്ക് എന്റെ മകന്റെ ഒപ്പം കഴിയണമെന്ന് തോന്നി, അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഭാസ്കരൻ പറയുന്നു, നീ അഭിനയിക്കേണ്ട, നീയും അവനും എന്തോ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തെ നശിപ്പിക്കാനാണോ നീ ഇങ്ങോട്ട് വന്നത്? നിന്നെ ഞാൻ കൊല്ലൂടി എന്ന് പറഞ്ഞ് കഴുത്തിൽ കയറി പിടിക്കുകയാണ് ഭാസ്കരൻ. എന്നെ വിടെന്ന് പറഞ്ഞ് ചുമച്ച് ബഹളം വെക്കാനായി ശ്രമിക്കുകയാണ് അമ്മ. കഴുത്തിൽ മുറുകി പിടിച്ചുകൊണ്ട് ഭാസ്കരൻ ചോദിക്കുന്നു, പറയടി, നീ എന്തിനാടി ഇവിടെ വന്നത്? നീ ഇവിടെ നാടകം കളിക്കുകയാണോ? പറയടി, നിന്നെ ഞാൻ വെറുതെ വിടില്ല, എന്നെ വിടെന്ന് പറഞ്ഞ് അമ്മ ബഹളം വെക്കുമ്പോൾ കോളേജിൽ നിന്നും അവിടേക്ക് വരുന്ന നികേഷ് ഇത് കണ്ടു ഞെട്ടി അമ്മയെന്ന് വിളിച്ച് അരികിലേക്ക് ഓടി ചെല്ലുകയാണ്. നികേഷ് എന്ന് വിളിച്ച് അമ്മ ബഹളം വെക്കുമ്പോൾ എന്റെ അമ്മ വിടെന്ന് പറഞ്ഞ് നികേഷ് ഭാസ്കരനെ തള്ളി മാറ്റുകയാണ്. അമ്മ നിർത്താതെ ചുമയ്ക്കുമ്പോൾ കയ്യിൽ പിടിച്ച ടെൻഷനോടുകൂടി നികേഷ് ചോദിക്കുന്നു, അമ്മ കുഴപ്പമൊന്നുമില്ലല്ലോ? എടി എന്ന് വിളിച്ച് ഭാസ്കരൻ നേരെ വരുമ്പോൾ മുന്നിലേക്ക് കയറി നിന്ന് തടങ്ങിയ വിരൽ ചൂണ്ടി നികേഷ് പറയുന്നു, നിങ്ങൾ മിണ്ടരുത്, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കരഞ്ഞുകൊണ്ട് അമ്മ പറയുന്നു, ഇല്ല മോനെ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ വന്നപ്പോ മുതൽ നീ എന്നോട് ചോദിച്ചില്ലേ എന്തിനാ എന്നെ ഇട്ടിട്ട് പോയത്, എന്നെ എന്താ കാണാൻ വരാഞ്ഞതെന്നൊക്കെ? ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഞാൻ എങ്ങനാ മോനെ നിന്നെ കാണാൻ വരുന്നത്? എന്നെ ഇയാൾക്ക് ഇഷ്ടമല്ല. അന്നും എന്നെ കൊല്ലാൻ നോക്കി, ഇപ്പോഴും എന്നെ കൊല്ലാൻ നോക്കി. ഭാസ്കരൻ ചോദിക്കുന്നു, ഇത് പറയാൻ നിനക്ക് നാണോ ഇല്ലേടി? നികേഷിന്റെ കവളിൽ പിടിച്ച അമ്മ പറയുന്നു, ദേ നോക്ക് നികേഷ്, എന്റെ ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള സാഹചര്യത്തിലാണ് ഞാൻ ഇവിടുന്ന് പോയത്. ഇപ്പോഴും ഈ മനുഷ്യന് ഒരു മാറ്റവും ഇല്ല, എന്നോടുള്ള ദേഷ്യത്തിന് ഒരു കുറവുമില്ല. ഇയാൾ എന്നെ കൊല്ലാൻ നോക്കുകയാണ്. മോനും കണ്ടില്ലേ ഞാൻ ഇങ്ങനെ ഇവിടെ താമസിക്കും, ഇതുകൊണ്ടാ അമ്മ നിന്നെ വിട്ടു പോയത് മോനെ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി കാർക്കിച്ചു തുപ്പി ഭാസ്കരൻ പറയുകയാണ്, നീയൊക്കെ മനുഷ്യഗണത്തിൽപ്പെട്ടതാണോടി? നികേഷ് ചോദിക്കുന്നു, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്റെ അമ്മയുടെ ദേഹത്ത് കൈവയ്ക്കാൻ? ഞാൻ വരാൻ അല്പം വൈകിയിരുന്നെങ്കിൽ എന്റെ അമ്മയെ നിങ്ങൾ കൊല്ലുമായിരുന്നല്ലോ. അവരെന്റെ അമ്മയാ, അവരെനിക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഒരിക്കൽ കൂടി എന്റെ അമ്മയുടെ ദേഹത്ത് നിങ്ങൾ കൈവച്ചാൽ ഞാൻ തന്നെ നിങ്ങളെ കൊല്ലും. എന്റെ അമ്മ ഇവിടെ താമസിക്കും. എന്റെ അമ്മ താമസിക്കുന്ന വീട്ടില് നിങ്ങൾക്ക് താമസിക്കാൻ കഴിയുമെങ്കിൽ താമസിക്കുക, ഇല്ലെങ്കിൽ വീട് വിട്ടു പോകാൻ നിങ്ങൾക്ക്. അമ്മ പൊട്ടിക്കരയുമ്പോൾ അരികിലേക്ക് ചെന്ന നികേഷ്
നികേഷ് ചോദിക്കുന്നു, അമ്മേ വേദനിക്കുന്നുണ്ടോ? ഞാൻ അവസാനമായിട്ട് നിങ്ങളോട് പറയുക, ഇനി എന്റെ അമ്മയുടെ ദേഹത്ത് കൈവച്ചാൽ ഉറപ്പായും നിങ്ങളെ ഞാൻ കൊല്ലും. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലടാന്ന് പറഞ്ഞ ഭാസ്കരൻ ദേഷ്യത്തോടു കൂടി ഇറങ്ങി പോവുകയാണ്. അമ്മ പറയുന്നു, നികേഷ് നീ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അയാൾ എന്നെ കൊന്നേനെ. ഞാൻ മരിച്ചു കിടക്കുന്നത് കണ്ടാൽ നീ എത്ര സങ്കടപ്പെടും. അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നികേഷ് പറയുന്നു, അമ്മ അങ്ങനെയൊന്നും പറയല്ലേ പ്ലീസ് അമ്മേ, കരയാതമ്മേ. തുടർന്ന് സുഭാഷും സുധീഷും ഹരീഷും നിധിയും എല്ലാം വീട്ടിലേക്ക് വരുമ്പോൾ പൊട്ടിക്കരയുന്ന അമ്മയെ കാണുകയാണ്. തൊട്ടരികിൽ വിഷമത്തോടു കൂടി ഇരിക്കുകയാണ് നികേഷ്. അവര് കാര്യം അന്വേഷിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് നികേഷ്. തുടർന്ന് നികേഷ് ചോദിക്കുന്നു, അയാൾക്ക് അമ്മയോടെന്താ ഇത്ര ദേഷ്യം? എന്തിനാ എന്റെ അമ്മ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? കരഞ്ഞുകൊണ്ട് അമ്മ പറയുകയാണ്, ഞാൻ എന്തിനാ പോയതെന്ന് നിങ്ങൾ എല്ലാവരും എന്നോട് ചോദിച്ചില്ലേ? ഇപ്പൊ മനസ്സിലായോ ഞാൻ എന്തിനാ പോയതെന്ന്? നിങ്ങളുടെ അച്ഛൻ എന്നെ ഇഷ്ടമല്ല. എന്തുകൊണ്ട് അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമല്ലാത്തതെന്ന് എനിക്ക് അറിയില്ല. പണ്ടും ഇങ്ങനെ തന്നെയാ, എന്നെ കൊല്ലാൻ നോക്കും. അദ്ദേഹം എന്നെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. നികേഷ് ചെറിയ കുട്ടിയല്ലേ, നീ തിരിച്ചു വന്നാൽ നിന്നെ കൊല്ലുമെന്ന് അയാൾ എന്നോട് പറഞ്ഞു. ഈ വീട്ടിൽ നിന്നെ ഇനിയും കണ്ടുപോകരുതെന്നും പറഞ്ഞു. അതാ ഞാൻ വീട് വിട്ടു പോയത്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞില്ലേ, ആ മനുഷ്യൻ മാറി കാണുമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോഴും പഴയതുപോലെ തന്നെയാ. നിധി പറയുന്നു, അച്ഛൻ അങ്ങനത്തെ ആളല്ല. നികേഷ് പറയുകയാണ്, ഏട്ടത്തി അയാൾ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു, ഞാൻ എന്റെ 2 കണ്ണുകൊണ്ടും കണ്ടതാ. നികേഷിന്റെ അമ്മ പറയുന്നു, മോളെ അദ്ദേഹത്തിന് ഞാൻ ഇവിടെ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലത്. സുഭാഷ് പറയുകയാണ്, അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മ എവിടെയും പോകണ്ട. സുധീഷ് പറയുകയാണ്, അമ്മ വന്ന നാൾ മുതൽ നികേഷ് എത്ര സന്തോഷവാനാണെന്ന് അമ്മയും കാണുന്നതല്ലേ. നികേഷിനെ ഇട്ടിട്ട് അമ്മയ്ക്ക് എങ്ങനെ ഇവിടുന്ന് പോകാൻ തോന്നും? അമ്മ ചോദിക്കുകയാണ്, ഞാൻ നികേഷിനെയും കൂട്ടി ഇവിടുന്ന് പോകട്ടെ? ഇത് കേട്ട് എല്ലാവരും ടെൻഷനോട് കൂടി നിൽക്കുകയാണ്. അമ്മ ചോദിക്കുന്നു, നികേഷേ നീ എന്റെ കൂടെ വരുമോ? അന്ന് എനിക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റിയില്ല. നീ ചെറിയ കുട്ടിയായിരുന്നു. അന്ന് എനിക്ക് നിന്നെ നോക്കാൻ കഴിയുമോന്ന് അറിയില്ലായിരുന്നു. നിന്നെ സംരക്ഷിക്കാനുള്ള കഴിവൊന്നും അമ്മയ്ക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനല്ല, നീ ഇപ്പം നന്നായി വളർന്നു. അമ്മയുടെ കൂടെ വരുമോ മോനെ? അമ്മ നിന്നെ നന്നായി നോക്കും. എന്റെ കൂടെ വാ മോനെ നികേഷ്. നികേഷ് കണ്ണു നിറങ്ങിയ അമ്മയെ നോക്കുമ്പോൾ എല്ലാവരും ഭയത്തോടു കൂടി നികേഷിനെ നോക്കുകയാണ്. നികേഷിന്റെ കയ്യിൽ മുറുകെ പിടിച്ച് ഹരീഷ് പറയുന്നു, അവനെ കൂട്ടിക്കൊണ്ടു പോകണ്ട, അവൻ ഇവിടെ തന്നെ താമസിക്കട്ടെ. അതേന്ന് സുധീഷ് പറയുകയാണ്. സുഭാഷ് പറയുന്നു, അച്ഛൻ ഇനിയും അമ്മയോട് ഇങ്ങനെയൊന്നും പെരുമാറില്ല, അത് ഞാൻ നോക്കിക്കോളാം. അച്ഛനോട് ഞാൻ സംസാരിക്കാം. ഇനി അച്ഛൻ കാരണം അമ്മയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല, എന്നെ വിശ്വസിക്ക്. ഹരീഷ് പറയുന്നു, അമ്മയോട് മാത്രമല്ല ഞങ്ങളോടും അച്ഛൻ ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറുന്നത്. നിങ്ങളെയും കൊല്ലാൻ നോക്കുമെന്ന് അമ്മ ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, ഞാൻ അങ്ങനല്ല പറഞ്ഞത്. എപ്പോ നോക്കിയാലും ഞങ്ങളോട് ദേഷ്യപ്പെടും. ഇത് എന്റെ വീടാ, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങി പോകാമെന്നൊക്കെയാണ് അച്ഛൻ ഞങ്ങളോട് പറയുന്നത്. അച്ഛന്റെ സ്വഭാവം അങ്ങനെയാ, പക്ഷെ ഞങ്ങൾ ആരും അത് ശ്രദ്ധിക്കാറേയില്ല, കണ്ട ഭാവം പോലും കാണിക്കില്ല. അമ്മ വീട് വിട്ടു പോവുകയാണ്, നികേഷിനെ കൂട്ടിക്കൊണ്ടു പോവാണെന്നൊക്കെ പറയരുത്. ഇത് കേട്ട് അമ്മ പറയുന്നു, ശരി നിങ്ങളൊക്കെ ഇത്രയൊക്കെ പറയുന്നതല്ലേ, ഞാൻ ഇവിടെ തന്നെ താമസിക്കാം. അങ്ങനെ കണ്ണീര് തുടച്ച അമ്മ അകത്തേക്ക് പോകുമ്പോൾ നികേഷിനെ സമാധാനിപ്പിക്കാനായി ശ്രമിക്കുകയാണ് സുഭാഷും സുധീഷും ഹരീഷും. നിധി ബാഗിൽ നിന്നും പണം എടുത്ത് ഹരീഷിന്റെ നേരെ നീട്ടിക്കൊണ്ട് പറയുന്നു, ഹരീഷ് 60,000 രൂപയുണ്ട്, വാങ്ങിക്ക്. എല്ലാവരും പുഞ്ചിരിച്ച് ഹരീഷിനെയും നിധിയെയും നോക്കുകയാണ്. ഹരീഷ് ചേട്ടന്മാരെ നോക്കുമ്പോൾ നിധി പറയുകയാണ്, എന്തിനാ ഇങ്ങനെ ആലോചിക്കുന്നത്, വാങ്ങിക്ക്. അതെന്ന് പറഞ്ഞ ഹരീഷ് മടിച്ചു നിൽക്കുമ്പോൾ ഹരീഷിന്റെ കയ്യിലേക്ക് ആ പണം വെച്ചു കൊടുക്കുകയാണ് നിധി. ഹരീഷ് താങ്ക്സ് പറയുമ്പോൾ നിധി പറയുകയാണ്, മതി, ഇപ്പൊ തന്നെ ഒരുപാട് താങ്ക്സ് ആയി, ഇനി താങ്ക്സ് പറയണ്ട. ഇത് കേട്ട് പുഞ്ചിരിച്ച് ഹരീഷ് പറയുന്നു, സുഭാഷേട്ടാ ഈ പണവും കൂടി സുഭാഷേട്ടൻ വെച്ചോ. സുഭാഷ പണം വാങ്ങി ഭഗവാന്റെ ഫോട്ടോയുടെ മുന്നിലേക്ക് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. വാതിലിന്റെ അരികിലേക്ക് വന്ന നികേഷിന്റെ അമ്മ ആ പണത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. നിധി സംശയത്തോടു കൂടി നികേഷിന്റെ അമ്മയെ ശ്രദ്ധിക്കുന്നുണ്ട്. സുഭാഷ് പറയുന്നു, ഹരീഷേ പണം എല്ലാം കൂടി ഒരുമിച്ച് വെക്കാം, നീ ഓണറോട് ചോദിച്ചിട്ട് എപ്പോഴാ പണവുമായി വരണ്ടേന്ന് ചോദിക്ക്. ശരി സുഭാഷേട്ടാന്ന് ഹരീഷ് പറയുമ്പോൾ സുഭാഷ് പണവുമായി റൂമിലേക്ക് പോവുകയാണ്. നികേഷിന്റെ അമ്മ എത്തി വലിഞ്ഞ് റൂമിലേക്ക് നോക്കുകയാണ്. നിധി നികേഷിന്റെ അമ്മയെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുന്നു. സുഭാഷ് പണം അലമാരിയുടെ മുകളിൽ വെച്ചിരിക്കുന്ന ഒരു പെട്ടിക്കകത്തുള്ള തുണി സഞ്ചിയിലേക്ക് വെക്കുകയാണ്. ഇങ്ങോട്ടേക്ക് തിരിയുന്ന നികേഷിന്റെ അമ്മ കാണുകയാണ് നിധി തന്നെ നോക്കി നിൽക്കുന്നത്. ഞെട്ടി വന്ന് ആലോചിച്ച് നിധിയെ നോക്കി പുഞ്ചിരിച്ച് അമ്മ അടുക്കളയിലേക്ക് പോകുന്നു. തുടർന്ന് സുഭാഷും അനുജന്മാരും ഹാളിൽ കിടന്നുറങ്ങുകയാണ്. ഈ സമയം ക്ഷീണത്തോടുകൂടി റൂമിലിരുന്ന് ലാപ്ടോപ്പിൽ ജോലികൾ ചെയ്യുകയാണ് നിധി വല്ലാതെ ചുമയ്ക്കുമ്പോൾ വെള്ളം കുടിക്കാനായി റൂം തുറന്ന് അടുക്കളയിലേക്ക് പോവുകയാണ്. അടുക്കളയിലേക്ക് ചെന്ന് വെള്ളം എടുത്തു കുടിക്കുമ്പോൾ പുറത്ത് സംസാരം കേൾക്കുകയാണ്. നികേഷിന്റെ അമ്മയും രണ്ടാം ഭർത്താവും പുറത്തു നിന്ന് സംസാരിക്കുകയാണ്. അയാൾ ചോദിക്കുന്നു, നീ എന്താടി എന്നെ ഭീഷണിപ്പെടുത്തുന്നത്? നികേഷിന്റെ അമ്മ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞതല്ലേ. നിധി മറങ്ങി നിന്ന് അവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ്. അയാൾ ചോദിക്കുന്നു, എന്താടി നീ ഇവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചോ? അമ്മ പറയുകയാണ്, പണം എടുക്കാതെ ഞാൻ ഇവിടുന്ന് വെറും കൈയോടെ വന്നാൽ നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ടു പോകുമോ? അയാൾ ചോദിക്കുന്നു, നീ പണം എടുത്തോ ഇല്ലയോ? അമ്മ പറയുകയാണ്, ഇനി എടുത്തിട്ടില്ല. ഇതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് നിധി. പണം എടുക്കാതെ ഇത്രയും ദിവസം നീ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് അയാൾ ചോദിക്കുമ്പോൾ അമ്മ പറയുകയാണ്, പണം എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത് നികേഷിന്റെ അമ്മ ആയതുകൊണ്ട് അത്ര എളുപ്പമൊന്നും പണവും എടുത്തോണ്ട് എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അയാൾ ചോദിക്കുന്നു,
ചോദിക്കുന്നു, അവര് പണമെടുത്ത് ചിലവാക്കുന്നത് വരെ നോക്കി നിൽക്കാനാണോ നിന്റെ തീരുമാനം? എനിക്ക് മനസ്സിലായടി, നിനക്കിവിടെ സുഖിച്ചു കഴിയാമല്ലോ. ഇവിടെ തന്നെ സുഖിച്ചങ്ങ് കഴിയാൻ നീ തീരുമാനിച്ചു അല്ലേ? നമ്മുടെ വീട്ടിലേക്ക് പോയാൽ കടക്കാരുടെ ശല്യം, അതുകൊണ്ട് ഇവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു അല്ലേ? അമ്മ പറയുന്നു, അങ്ങനല്ല മനുഷ്യ, പണം എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് ഇപ്പോഴാ ഞാൻ അറിഞ്ഞത്. അവരെല്ലാവരും ഉറങ്ങിയതിനു ശേഷം പണം എടുക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. ഇപ്പം എല്ലാവരും ഉറങ്ങി. 2 മിനിറ്റ് ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയി പണം എടുത്തോണ്ട് വരാം. അതിനുശേഷം നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് പോകാം. ഇതെല്ലാം കേട്ട് ടെൻഷനോടുകൂടി നിധി ഉറങ്ങിക്കിടക്കുന്ന നികേഷിനെയും സുഭാഷിനെയും സുധീഷിനെയും ഹരീഷിനെയും നോക്കുകയാണ്. നിധി മനസ്സിൽ പറയുന്നു, നികേഷ് ഇക്കാര്യം അറിഞ്ഞാൽ വല്ലാതെ വിഷമിക്കും. അയാൾ ചോദിക്കുന്നു, എടി, നിന്നെ വിശ്വസിച്ച് ഇവിടെ പുറത്ത് നിൽക്കാമോ? നീ തിരിച്ചു വരുമോ? അതോ അകത്ത് പോയി കിടന്നുറങ്ങുമോ? നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അമ്മ ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ്, മകനോടുള്ള സ്നേഹം കൊണ്ട് നീ ഇവിടെ തന്നെ കഴിയാൻ തീരുമാനിച്ചാലോ? അമ്മ പറയുകയാണ്, എപ്പോഴോ കളഞ്ഞിട്ട് പോയ മകൻ, ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ അവനെ കണ്ടിട്ട് പോലുമില്ല. 2 ദിവസം കൊണ്ട് സ്നേഹമൊന്നും ഒഴുകി വരില്ലല്ലോ. അവൻ സംസാരിക്കുന്നതൊക്കെ കേൾക്കാൻ നല്ലതാ. അവനോട് എനിക്ക് സ്നേഹവും തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ തന്നെ താമസിച്ച് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് വീട്ടുജോലിയും ചെയ്ത് ഇവിടെ കഴിയാൻ പറ്റുമോ? അങ്ങനെ ഞാൻ ഇവിടെ താമസിച്ചാൽ നിങ്ങൾ എന്നെ വെറുതെ വിടുമോ? ഇത് കേട്ട് അയാൾ പറയുന്നു, ശരി ശരി, നീ ആദ്യം പോയി പണം എടുത്തോണ്ട് വാ. ഇത് കേട്ട് അമ്മ പറയുന്നു, ശരി, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ് അമ്മ വാതിലിന്റെ അരികിലേക്ക് വരുമ്പോൾ നിധി അകത്തേക്ക് ഓടിപ്പോയി റൂമിനകത്തേക്ക് കയറി വാതിൽ അടയ്ക്കുകയാണ്. ടെൻഷനോടുകൂടി അകത്തേക്ക് കയറി വന്ന നികേഷിന്റെ അമ്മ ഉറങ്ങിക്കിടക്കുന്ന നികേഷിനെയും ചേട്ടന്മാരെയും നോക്കുകയാണ്. ശേഷം ഒന്ന് ആലോചിച്ച് സുഭാഷിന്റെ റൂമിലേക്ക് കയറി വാതിൽ അടയ്ക്കുകയാണ് അമ്മ. ഈ സമയം തന്റെ റൂമിന്റെ വാതിൽ പതിയെ തുറന്ന് സുഭാഷിന്റെ റൂമിലേക്ക് നോക്കുകയാണ് നിധി. റൂമിലെല്ലാം പണം അന്വേഷിക്കുകയാണ് നികേഷിന്റെ അമ്മ. തുടർന്ന് അലമാരിയുടെ മുകളിൽ വെച്ചിരിക്കുന്ന പെട്ടിയെടുത്ത് അത് തുറന്നു നോക്കി തുണിസഞ്ചിയിൽ വെച്ചിരിക്കുന്ന പണം എടുക്കുകയാണ് നികേഷിന്റെ അമ്മ. വാതിലിന്റെ അരികിലേക്ക് വന്ന നിധി ഇത് കണ്ട് ദേഷ്യത്തോടുകൂടി നികേഷിന്റെ അമ്മയുടെ മുന്നിലേക്ക് വരികയാണ്. ഞെട്ടി ഭയത്തോടുകൂടി പണം പിന്നിലേക്ക് പിടിക്കുകയാണ് അവർ. എന്താ അതെന്ന് നിധി ചോദിക്കുമ്പോൾ അമ്മ പറയുന്നു, ഇല്ല, ഒന്നുമില്ല കാണിക്കുന്ന നിധി പറയുമ്പോൾ ഭയത്തോടുകൂടി അവർ പിന്നോട്ടേക്ക് മാറുകയാണ്. കാണിക്കാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ് നിധി നികേഷിന്റെ അമ്മയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. പെട്ടെന്ന് പണമെല്ലാം താഴേക്ക് വീഴുന്നു. ദേഷ്യത്തോടുകൂടി നിധി അമ്മയെ നോക്കുമ്പോൾ ഭയത്തോടുകൂടി അമ്മ പറയുകയാണ്, അതുമോളെ, പണം സുരക്ഷിതമായാണോ വെച്ചിരിക്കുന്നതെന്ന് നോക്കാനാ വന്നത്. സുഭാഷ് മോൻ പണം ഇവിടെ കൊണ്ടുവെക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ആരെങ്കിലും എടുത്തോണ്ട് പോയോ എന്ന് അറിയാൻ വേണ്ടിയാ ഞാനിപ്പം ഇവിടെ വന്ന് നോക്കിയത്. പണം ഇവിടെ തന്നെ ഉണ്ട്, സമാധാനമായി. വേറെ ഒന്നിനുമല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. നികേഷിന്റെ അമ്മയുടെ കയ്യിൽ കയറി പിടിച്ച് ദേഷ്യത്തോടുകൂടി നിധി പറയുന്നു, കള്ളി ഇവിടെ തന്നെ ഉണ്ടല്ലോ, പുറത്തുനിന്ന് ആര് പണം മോഷ്ടിക്കാനാ? ഇത് കേട്ട് അമ്മ ഭയത്തോടു കൂടി നിൽക്കുമ്പോൾ നിധി ചോദിക്കുന്നു, പുറത്തു നിൽക്കുന്ന ആളാരാ? വെളിയിലൊന്ന് അമ്മ ചോദിക്കുമ്പോൾ നിധി പറയുന്നു, അതെ, പുറത്തു നിൽക്കുന്ന ആൾ ആരാണെന്ന്? നിങ്ങൾ ശരിക്കും നികേഷിന്റെ അമ്മ തന്നെയാണോ? വേദനിക്കുന്ന മോളെന്ന് അമ്മ പറയുമ്പോൾ നിധി ദേഷ്യത്തോടു കൂടി കൈ വിടുകയാണ്. അമ്മ ചോദിക്കുന്നു, എന്തൊരു ചോദ്യമാ മോളെ ഇത്? ഞാൻ നികേഷിന്റെ അമ്മ തന്നെയാ. നിധി പറയുകയാണ്, നികേഷിന്റെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? പുറത്തു നിൽക്കുന്ന ആളാരാ? ഈ പണം എടുത്തിട്ട് അയാളുടെ കൂടെ ഒളിച്ചോടി പോകാനായിരുന്നോ പ്ലാൻ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ലാന്ന് അമ്മ പറയുമ്പോൾ വിരൽ ചൂണ്ടി നിധി പറയുകയാണ്, ഇനിയും കള്ളം പറയാൻ ശ്രമിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. നിങ്ങളെല്ലാം ഒരു അമ്മയാണോ? നിങ്ങൾ വന്ന ദിവസം മുതലേ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വാ തുറന്നാലേ നിങ്ങൾ പറയുന്നത് കള്ളമാണ്. നിങ്ങളെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചതോർക്കുമ്പോൾ എനിക്ക് നാണക്കേട് തോന്നുക. ഇപ്പോഴെനിക്ക് മനസ്സിലായി ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കാത്തതെന്ന്. ഇപ്പൊ തന്നെ ഞാൻ എല്ലാവരെയും വിളിച്ചുണർത്താൻ പോകുക, പോലീസിനെ വിളിക്കാൻ പോകുക. പോലീസ് വരട്ടെ. നിങ്ങള് പണം മോഷ്ടിക്കാൻ ശ്രമിച്ചുവെന്ന് ഞാൻ തന്നെ നിങ്ങളുടെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കും. പുറത്ത് നിൽക്കുന്ന അയാൾ ആരാ? നിങ്ങളാരാ? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ വീട്ടിലേക്ക് വന്നത്? ഇതെല്ലാം എല്ലാവരും അറിയട്ടെ. ഇപ്പൊ തന്നെ എല്ലാം ഞാൻ അവസാനിപ്പിക്കും. മോഷ്ടിക്കാൻ ശ്രമിക്കുന്നോ? വാ ഇങ്ങോട്ട്. വാന്ന് പറഞ്ഞ് നികേഷിന്റെ അമ്മയുടെ കയ്യിൽ പിടിച്ചു വലിക്കുകയാണ് നിധി. ഭയത്തോടു കൂടി ഒന്ന് ആലോചിച്ച് വിടെന്ന് പറഞ്ഞ് നിധിയെ തള്ളി മാറ്റി നികേഷിന്റെ അമ്മ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. പിന്നാലെ ഓടാനായി തുടങ്ങിയ നിധി കാണുകയാണ് താഴെ വീണ് കിടക്കുന്ന പണം. നിധി ടെൻഷനോടുകൂടി ആ പണമെല്ലാം എടുത്തു വെക്കുകയാണ്. ഈ സമയം അടുക്കള വാതിലൂടെ പുറത്തേക്ക് ഇറങ്ങിയ നികേഷിന്റെ അമ്മ ഭർത്താവിന്റെ അരികിലേക്ക് ഓടി വന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നു, വാ മനുഷ്യ, ഓടിക്കോ. എന്തു പറ്റിയെന്ന് അയാൾ ചോദിക്കുമ്പോൾ വാന്നും പറഞ്ഞ് അയാളുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് ഓടി പോവുകയാണ് അവർ. പണം എടുത്തു വെച്ചിട്ട് നിക്ക് എവിടെയെന്ന് പറഞ്ഞ് നിധിയും പുറത്തേക്ക് ഓടി വരികയാണ്. മുൻവശത്തെ വാതിലിന്റെ അരികിലേക്കാണ് അവർ ഓടിപ്പോയതെന്ന് മനസ്സിലാക്കിയ നിധി പിൻവാതിലടച്ചിട്ട് മുൻവശത്തെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോഴേക്കും അവർ ഓടി പോവുകയാണ്. നല്ല ഉറക്കത്തിൽ കിടക്കുന്ന ഭാസ്കരൻ ഇതൊന്നും അറിയുന്നില്ല. നികേഷിന്റെ അമ്മയുടെയും ഭർത്താവിന്റെയും പിന്നാലെ ഓടിപ്പോയി പിടിക്കാനാകാതെ തളർന്നു നിൽക്കുകയാണ് നിധി. ഉറങ്ങിക്കിടക്കുന്ന ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് നിധി ടെൻഷനോടുകൂടി അകത്തേക്ക് കയറി വാതിലടച്ച് സുഭാഷിന്റെ റൂമിലേക്ക് വന്ന് പടമെല്ലാം അതേപോലെ എടുത്തു വെക്കുകയാണ്. ശേഷം റൂമിന് പുറത്തേക്ക് ഇറങ്ങി വന്ന നിധി വിഷമത്തോടുകൂടി നികേഷിനെ ഒന്ന് നോക്കിയിട്ട് മനസ്സിൽ പറയുന്നു, വേണ്ട, ഇവരോട് ആരോടും ഇപ്പൊ ഇത് പറയണ്ട. നികേഷിന്റെ അമ്മ ഒരു കള്ളിയാണെന്നറിഞ്ഞാൽ ഇവരെല്ലാവരും ഒരുപാട് വിഷമിക്കും. നികേഷിന് അതൊന്നും താങ്ങാൻ കഴിയില്ല. ദൈവമേ, ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ആ പണം മുഴുവനും കൊണ്ട് അവരോടിപ്പോയേനെ. അങ്ങനെ ടെൻഷനോടുകൂടി ആലോചിച്ചിരിക്കുകയാണ് നിധി. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്